വെൽക്കം ടു ഗ്യാൻ ക്രാഷ് കോഴ്സ് ഓഫ് ക്രിസ്മസ് എക്സാമിനേഷൻ. അപ്പം നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബയോളജിയിലെ അടുത്തൊരു ചാപ്റ്റർ ആയിട്ടുള്ള ചാപ്റ്റർ 6 അൺവെയിലിംഗ് ജനറ്റിക് മിസ്റ്ററീസ് ആണ്. നമ്മൾ ഈ ചാപ്റ്ററിൽ ജനറ്റിക്സിന്റെ കുറേയധികം ബേസിക് കാര്യങ്ങളാണ് മനസ്സിലാക്കാനായിട്ട് പോകുന്നത്. ഈ ചാപ്റ്റർ നമ്മുടെ എക്സാമിനേഷന് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. നമ്മുടെ ഈ എക്സാമിന് മാത്രമല്ല, SSLC എക്സാമിനാണെങ്കിലും അതിനുശേഷം +1 +2 പോകുമ്പോൾ അവിടെ ആണെങ്കിലും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് നമ്മുടെ ജനറ്റിക്സ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്. സോ ആ ഒരു ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഓക്കെ, സോ നമുക്ക് ആദ്യം അറിയേണ്ട ഒരു കാര്യം എന്താണ് ജനറ്റിക്സ് എന്നുള്ളതാണ്. എന്താണ് ബേസിക്കലി ജനറ്റിക്സ്? ജനറ്റിക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ സയൻസുകളും പറയുന്ന പോലെ സയൻസിന്റെ തന്നെ ഒരു ബ്രാഞ്ച് ആണ് ദാറ്റ് ഡീൽസ് വിത്ത് ഹെറിഡിറ്റി ആൻഡ് വേരിയേഷൻസ്. ഹെറിഡിറ്റിയെയും വേരിയേഷൻസിനെയും പറ്റിയും പറയുന്ന ബ്രാഞ്ച് ഓഫ് സയൻസിനെ വിളിക്കുന്ന പേരാണ് ജനറ്റിക്സ് എന്ന്. ഓക്കെ, സോ നമുക്ക് ഒന്നുകൂടെ നോക്കാം എന്താണ് ഹെറിഡിറ്റി. ഇവിടെ 2 ടേംസ് ആണ് പറഞ്ഞിരിക്കുന്നത്. ഒന്ന് ഹെറിഡിറ്റി, 2 വേരിയേഷൻസ്. എന്താണ് ഹെറിഡിറ്റി, എന്താണ് വേരിയേഷൻ? ആദ്യം നമുക്ക് നോക്കാം എന്താണ് ഹെറിഡിറ്റി എന്നുള്ളത്. ഹെറിഡിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ the transmission of features of parents to offspring is termed as heredity. മലയാളത്തിൽ പറഞ്ഞാൽ പാരമ്പര്യം എന്ന് നമുക്ക് പറയാം. സോ ദ ട്രാൻസ്മിഷൻ ഓഫ് ഫീച്ചേഴ്സ് ഓഫ് പേരൻസ് ടു ഓഫ്സ്പ്രിങ്സ്, നമ്മുടെ പേരൻസിനുള്ള എന്തെങ്കിലുമൊക്കെ ചില ഫീച്ചേഴ്സ് നമുക്കും കിട്ടിയിട്ടില്ലേ, അതിനെ ഏറ്റവും സിംപ്ലി വിളിക്കാവുന്ന പേരാണ് ഹെറിഡിറ്റി എന്ന്. രണ്ടാമത്തേതാണ് വേരിയേഷൻ. വേരിയേഷൻ എന്ന് വെച്ചാൽ എന്താ? ദ ഫീച്ചേഴ്സ് ഇൻ ഓഫ്സ്പ്രിങ്സ് ദാറ്റ് ആർ ഡിഫറെന്റ് ഫ്രം ദെയർ പേരൻസ്. പേരൻസിൻ്റെതല്ലാത്ത, പേരൻസിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ചില ഫീച്ചേഴ്സ് നമ്മളിൽ കാണാൻ സാധിക്കും, ഓഫ് സ്പ്രിങ്സിൽ കാണാനായിട്ട് സാധിക്കും. അതിനെ വിളിക്കുന്ന പേരാണ് വേരിയേഷൻ എന്ന് പറയുന്നത്. സോ ആ ഡിഫറൻസിനെ വിളിക്കുന്ന പേരാണെന്ത്? വേരിയേഷൻ. ട്രാൻസ്മിറ്റ് ചെയ്യുന്ന പേരൻസിന്റെ അതേ ഫീച്ചേഴ്സ് നമ്മളിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്ത് വരുന്നതിനെ എന്തെന്ന് വിളിക്കുന്നു? ഹെറിഡിറ്റി എന്ന് വിളിക്കുന്നു. എക്സാമ്പിൾ നമ്മൾ പറയാറുണ്ട്, അമ്മയുടെ കണ്ണാണ് അച്ഛന്റെ മൂക്കാണെന്നൊക്കെ നമ്മൾ പറയാറില്ലേ, അതാണ് ഹെറിഡിറ്റി എന്ന് പറയുന്നത്. വേരിയേഷൻ എന്ന് പറയുന്നത് ഇവനെ കണ്ട പേരൻസിനെ പോലെ തോന്നുന്നില്ല എന്ന് പറയുമ്പോൾ അത് മനസ്സിലാക്കുക, നമ്മളത് വേരിയേഷനെ പറ്റിയിട്ടാണ് പറയുന്നത്. ഓക്കെ, ദെൻ നമ്മൾ ഇനി അറിയേണ്ടതാണ് എമർജൻസ് ഓഫ് ജനറ്റിക്സ്. എങ്ങനെയാണ് നമ്മൾ ഈ പറഞ്ഞ ജനറ്റിക്സ് എന്ന് പറഞ്ഞ ഒരു ബ്രാഞ്ച് എങ്ങനെ എമർജ് ചെയ്തെന്നുള്ളതാണ് അറിയേണ്ടത്. സോ നമ്മൾ ആദ്യം അറിയേണ്ട ഒരു പേരാണ് ഗ്രിഗർ ജോഹാൻ മെൻഡൽ. മെൻഡൽ എന്ന് നമ്മൾ വിളിക്കുന്ന നമ്മുടെ സ്വന്തം ഗ്രിഗർ ജോഹാൻ മെൻഡൽ. ഹീസ് ദ ഫാദർ ഓഫ് ജനറ്റിക്സ്. അദ്ദേഹം നടത്തിയിട്ടുള്ള ചില അനുമാനങ്ങളാണ്, ചില ഇൻഫറൻസുകളുടെ ബേസിസിലാണ് നമ്മളുടെ മോഡേൺ ജനറ്റിക്സിന് അടിത്തറ പാകിയിട്ടുള്ളത്, അല്ലെ? അപ്പൊ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം അന്ന് പീ പ്ലാന്റിൽ, പൈസം സറ്റൈവം എന്ന് പറയുന്ന ഒരു പീ പ്ലാന്റിൽ അദ്ദേഹം നടത്തിയ ചില പരീക്ഷണങ്ങളൊക്കെ അദ്ദേഹം നടത്തി. നമുക്ക് വഴിയെ നോക്കാം എന്തൊക്കെയാണ് ആ പരീക്ഷണങ്ങൾ, അവിടെ അദ്ദേഹം എന്തൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്തു എന്നുള്ളത് നമുക്ക് ആദ്യം നോക്കാം. അതിനു മുൻപായിട്ട് അദ്ദേഹം അന്ന് നടത്തിയിട്ടുള്ള കുറേയധികം പരീക്ഷണങ്ങളുടെ അതിന്റെ ഫലമായി, അതിന്റെ റിസൾട്ട് കൊണ്ടിട്ടാണ് എന്ത് സംഭവിച്ചിട്ടുള്ളത്? ജനറ്റിക്സ് എന്ന് പറഞ്ഞ ബ്രാഞ്ചിന്റെ ഫൗണ്ടേഷനിലേക്ക് നയിച്ചത് അദ്ദേഹത്തിന്റെ ചില കണ്ടുപിടുത്തങ്ങളാണ്, ചില പരിശ്രമങ്ങളൊക്കെ ആയിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ അദ്ദേഹത്തിന്റെ ഫാദർ ഓഫ് ജനറ്റിക്സ് എന്ന് പറയുന്നത്. സോ ഇവിടെ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, പീ പ്ലാന്റിലാണ് അദ്ദേഹം എക്സ്പെരിമെന്റ് ചെയ്തത് എന്നുള്ള കാര്യം ഒരു കാരണവശാലും മറക്കരുത്. ദെൻ നമ്മൾ നോക്കാൻ പോവുകയാണ്. ഇവിടെ നമ്മൾ അറിയേണ്ട ഒരു കാര്യം എന്താണ് ജീൻ, എന്താണ് അലീൽ എന്നുള്ള കാര്യം നമുക്ക് ആദ്യം ഒന്ന് അറിയണം. അപ്പം മെന്റൽ കുറേയധികം എക്സ്പെരിമെന്റുകൾ നടത്തി എന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പൊ മെന്റൽ ഈ പറയുന്ന പരീക്ഷണങ്ങളൊക്കെ നടത്തിയപ്പോൾ മെന്റലിന് മനസ്സിലായി പേരൻസിൽ നിന്ന് എന്തോ ഒരു സാധനം തന്റെ നെക്സ്റ്റ് ജനറേഷനിലേക്ക്, അതിന്റെ ആ ചെടിയുടെ അടുത്ത ജനറേഷനിലുള്ള ചെടിയിലേക്ക് അല്ലെങ്കിൽ അതിന്റെ കുട്ടിയിലേക്ക്, പേരന്റിൽ നിന്നും കുട്ടിയിലേക്ക് എന്തോ ഒരു സാധനം ട്രാൻസ്ഫർ ചെയ്യുന്നു ഒരു ആശയം നമ്മുടെ മെന്റലിന് ആദ്യം മനസ്സിലായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം അന്ന് അസ്യൂം ചെയ്തൊരു കാര്യം എന്ന് പറയുന്നത് ഇൻഹെറിറ്റൻസ് ഓഫ് ക്യാരക്ടറിസ്റ്റിക്സ് ഫ്രം പേരൻസ് ടു ഓഫ്സ്പ്രിങ്സ് ബൈ സർട്ടൻ ഫാക്ടേഴ്സ് ത്രൂ ഗ്യാമേറ്റ്സ്. അതായത് ഈ പറയുന്ന എന്തോ ഒരു കാര്യം, പാരമ്പര്യമാണ് നമ്മൾ പറയുന്ന സാധനം, എന്തോ ഒരു ഫാക്ടർ, അത് മെന്റലി വിളിച്ച പേര് ഫാക്ടേഴ്സ് എന്നാണ്. ഈ ഫാക്ടേഴ്സ് ഗ്യാമേറ്റുകൾ വഴി അടുത്ത തലമുറയിലേക്ക് എത്തി എന്ന് വിശ്വസിച്ചു. അങ്ങനെ അദ്ദേഹം ഒരു അസംഷനിലേക്ക് എത്തിയിട്ടുണ്ട്. സോ പിന്നീട് നമ്മൾ പല പഠനങ്ങൾ ഇതിന് കണ്ടിന്യൂഷൻ ആയിട്ട് നടത്തി വന്നു. അന്ന് മെന്റൽ ഇങ്ങനെ ഒരു കാര്യം ചെയ്തു, ചെടികളിലുള്ള ഈ പൈസം സറ്റൈവം എന്ന് പറഞ്ഞ പീ പ്ലാന്റിൽ ചില പരീക്ഷണങ്ങളൊക്കെ നടത്തി അതിന്റെ ഫലങ്ങൾ കണ്ടുപിടിച്ചു. അദ്ദേഹം വന്നിട്ട് പറഞ്ഞു എന്തോ ഒരു ഫാക്ടേഴ്സ് പേരൻസിൽ നിന്നും അടുത്ത തലമുറയിലേക്ക്, കുട്ടികളിലേക്ക് എത്തുന്നു എന്നുള്ളൊരു കാര്യം പറഞ്ഞു. പിന്നീട് നമ്മൾ പല പരീക്ഷണങ്ങളും നടത്തിയപ്പോഴാണ് നമുക്ക് മനസ്സിലായത് ആ ഫാക്ടർ എന്ന് അന്ന് അദ്ദേഹം പറഞ്ഞതിനെ നമ്മൾ ഇന്ന് വിളിക്കുന്ന പേര് ജീൻസ് എന്നാണ്. ഏത് ജീൻസ്? നമ്മൾ ഇടുന്ന ജീൻസ് അല്ല, ഈ ജീൻ, GENE ജീൻസ്. ഓക്കെ, ഈ ജീൻസ് എവിടെയാണ് കാണുന്നത്?
നമ്മുടെ ക്രോമസോമിലാണ്, നമ്മുടെ ന്യൂക്ലിയസ്, നമ്മുടെ ആ ഒരു ഓർഡറിൽ ഞാൻ പറയാം. അതായത് നമുക്കറിയാം നമ്മുടെ ഹ്യൂമൻ ബീയിങ്സിനെ സെല്ല് വെച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അല്ലേ. ആ സെല്ലിനകത്ത് എന്തുണ്ട്? ന്യൂക്ലിയസ് ഉണ്ട്. ആ ന്യൂക്ലിയസിനകത്ത് എന്തുണ്ട്? ക്രോമസോം ഉണ്ട്. അതിനകത്താണ് DNA ഉള്ളത്. അവിടെയാണ് നമ്മുടെ ജീൻ ഉള്ളത്. ഈ ജീനാണ് എന്തിന് കാരണം എന്ന് പറയുന്നത്? ഈ പറയുന്ന ഇൻഹെറിറ്റൻസിന് അല്ലെങ്കിൽ ഈ വേരിയേഷൻ ഒക്കെയുള്ള കാരണം എന്ന് പറയുന്നത് ഏതാണ്? മെന്റൽ എന്ന ഫാക്ടർ എന്ന് വിളിച്ച ജീൻസ് ആണ്. ഓക്കെ, അപ്പം ഒരു ജീനിന്, ഒരു സിംഗിൾ ജീൻ എടുത്തു കഴിഞ്ഞാൽ അത് പല രൂപത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഒരു ഉദാഹരണത്തിന് ഹൈറ്റ്, പ്ലാന്റിന്റെ ഹൈറ്റ് എന്ന് പറഞ്ഞൊരു ഫാക്ടറാണ് നമ്മൾ എടുക്കുന്നത് എന്നുണ്ടെങ്കിൽ അവിടെ ആ ഹൈറ്റിനെ ഡിറ്റർമൈൻ ചെയ്യുന്ന ഒരു ക്യാരക്ടറിനെ രണ്ട് രീതിയിലായിരിക്കും ഒരു ജീനിൽ കാണപ്പെടുക. അങ്ങനെ കാണപ്പെടുന്നതിനെ അലീൽ എന്ന് വിളിക്കുന്നു. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ടി എന്ന് പറയുന്ന ലെറ്റർ ആണ് ഹൈറ്റിനെ നമ്മൾ ഡിനോട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്നത് എങ്കിൽ ഇത് നമ്മൾ ടാൾ എന്നിനെ റെപ്രസെന്റ് ചെയ്യുന്നു. അതേപോലെ തന്നെ സ്മോൾ ടി ഉപയോഗിച്ചിട്ടും നമുക്ക് എന്തറിയാനായിട്ട് പറ്റും? ഈ പറയുന്ന അലീലിന്റെ ഡിഫറെന്റ് ഫോം നമുക്ക് കാണാനായിട്ട് പറ്റും. സോ ഒരു ജീനിൽ കൺട്രോൾ ചെയ്യുന്ന ക്യാരക്ടേഴ്സ് ഡിഫറെന്റ് ഫോം ഉണ്ട്. അതിനെ നമ്മൾ അലീൽ എന്ന് വിളിക്കുന്നു. ഹിയർ ക്യാപിറ്റൽ ടി ഈസ് ആൻ അലീൽ ആൻഡ് സ്മോൾ ടി ഈസ് ഓൾസോ ആൻ അലീൽ. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ പറയുന്ന ജീനും അലീലും തമ്മിൽ നമുക്ക് പറയാനായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹൈറ്റ് എന്ന് പറയുന്ന അല്ലെങ്കിൽ പൊക്കത്തിനെ നമ്മൾ രണ്ട് അലീലിലാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഒന്ന് ക്യാപിറ്റൽ ടി, ഒന്ന് സ്മാൾ ടി എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ പറഞ്ഞു എ ജീൻ ഹാസ് 2 അലീൽസ്. അത് നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞു. സോ ക്യാപിറ്റൽ ടിയും സ്മാൾ ടിയും ഡിഫറെന്റ് അലീലുകളാണ് ഒരു ജീനിന്റെ. പക്ഷെ കൺട്രോൾ ചെയ്യുന്ന ഒരൊറ്റ ക്യാരക്ടറിനെയാണ് ഹൈറ്റ് എന്ന് പറയുന്ന, ഉയരം എന്ന് പറയുന്ന, പൊക്കം എന്ന് പറയുന്ന ആ പ്ലാന്റിന്റെ അല്ലെങ്കിൽ മനുഷ്യനാണെങ്കിൽ മനുഷ്യന്റെ ആ ഒരു ക്യാരക്ടറിനെ ഡിറ്റർമൈൻ ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ് അലീൽ. ആ അലീലിൽ തന്നെ രണ്ട് വരുന്നുണ്ട്. ക്യാപിറ്റൽ ടി എന്ന് പറയുന്ന ഒരു അലീലും ഉണ്ട്, സ്മാൾ ടി എന്ന് പറയുന്ന അലീലും ഉണ്ട്. ഇത് രണ്ടിനും ഏത് ക്യാരക്ടറാണ്? ഹൈറ്റ് എന്ന് പറഞ്ഞ ഒരു ക്യാരക്ടറിനെയാണ് ഇവിടെ ഡിറ്റർമൈൻ ചെയ്യുന്നത്. അതേപോലെ ടി, ഇതിനകത്ത് നമ്മൾ രണ്ട് രീതിയിൽ റെപ്രസെന്റ് ചെയ്യുന്ന പറഞ്ഞല്ലോ ഹൈറ്റിലെ. ഇതിൽ സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് ഇപ്പൊ തന്നെ ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. ക്യാപിറ്റൽ ടി എന്ന് പറഞ്ഞാൽ ഹൈറ്റ്, കുറച്ചും കൂടെ ഹൈറ്റ് ഉള്ള ടാൾനെസ്സിനെയാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. സ്മോൾ ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോർഫിനെസ്സിനെ, പൊക്കം കുറവിനെ, ഉയരക്കുറവിനെയാണ് നമ്മൾ ഈ ഡോർഫിനെസ്, അതായത് ഈ സ്മോൾ ടി വെച്ചിട്ട് റെപ്രസെന്റ് ചെയ്യുന്നത്. സോ ഇത് ക്യാപിറ്റൽ ടി ലാർജ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ടാൾനെസ്സിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നു. സ്മോൾ ടി ഡോർഫിനെസ്സിനെ റെപ്രസെന്റ് ചെയ്യുന്നു. സോ ഇത് രണ്ടും റെപ്രസെന്റ് ചെയ്യുന്ന ഏത് ക്യാരക്ടറിനെയാണ്? ഹൈറ്റ് എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഇനി ഇതിനകത്ത് അപ്പം നമുക്ക് ഇത്ര ഒരു ഐഡിയ കിട്ടി. ഒരു അലീൽ എന്ന് പറയുമ്പോൾ രണ്ട് കാറ്റഗറീസ് വരുന്നുണ്ട്. ക്യാപിറ്റൽ ടി എന്ന് പറഞ്ഞ ഒരു അലീലുണ്ട്, ഒരു സ്മാൾ ടി എന്ന് പറഞ്ഞൊരു അലീലുണ്ട്, ഒരു പെർട്ടിക്കുലർ ക്യാരക്ടറിനെന്ന് മനസ്സിലായി. ഇനി നമുക്ക് അറിയേണ്ട ഒരു കാര്യം, ഇവിടെ ഇതിന്റെ പ്രത്യേകത, ഇതിന്റെ സിഗ്നിഫിക്കൻസ് എന്താണെന്നുള്ള കാര്യം നമ്മൾ അടുത്തായിട്ട് അറിയണം. അപ്പോൾ ഈ പറയുന്ന ക്യാരക്ടർ എടുക്കുമ്പോൾ അതിനകത്ത് ഒരു ഡോമിനന്റ് ട്രൈറ്റ് ഉണ്ടാകും. ഒന്ന് കൂടി നിൽക്കുന്ന, എപ്പോഴും എക്സ്പ്രസ് ചെയ്യാൻ സാധ്യതയുള്ള ഒരു ഡോമിനന്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ഉണ്ടാവും. ആ ക്യാരക്ടറിനെയാണ് നമ്മൾ ഈ ക്യാപിറ്റൽ ലെറ്റർ എന്ന ഈ ടിയിൽ റെപ്രസെന്റ് ചെയ്യുന്നത്. എന്നാൽ ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത് റെസസീവ് ആയിരിക്കും. അത് അത്ര ഡോമിനന്റ് ആയിരിക്കില്ല. അതിന് എക്സ്പ്രസ് ചെയ്യാൻ അത്ര പെട്ടെന്നൊന്നും അവസരം കിട്ടിയെന്ന് വരത്തില്ല. ഡോമിനന്റ് ആയിട്ടുള്ള ആൾക്കാർ നമ്മുടെ കൂട്ടത്തിൽ തന്നെ ഉണ്ടാവുമല്ലോ. വളരെ ഡോമിനന്റ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ അവർ എല്ലായിടത്തും കയറി എക്സ്പ്രസ് ചെയ്ത് നിൽക്കുന്നുണ്ടാവും. എന്നാൽ റെസസീവ് എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിൽപ്പെട്ട ആൾക്കാരുണ്ട്. അത്ര കണ്ട് ഡോമിനന്റ് ആയിരിക്കില്ല. അവർക്ക് അവസരം കിട്ടിയാലെങ്ങാനും അവരൊന്ന് എക്സ്പ്രസ് ചെയ്താലായി. അതേപോലെയാണ് ഇവിടെ. സോ എപ്പോഴും ഡോമിനന്റ് ആയിട്ടുള്ള ട്രേറ്റ് കാണിക്കുന്നവരെ നമ്മൾ ക്യാപിറ്റൽ ടി വെച്ചിട്ടും, എന്നാൽ റെസസീവ് ആയിട്ടുള്ള ട്രേറ്റ് കാണിക്കുന്നവരെ നമ്മൾ സ്മോൾ ലെറ്ററിലും ആയിരിക്കും റെപ്രസെന്റ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, ഇത്രയും കാര്യം ക്ലിയർ ആണോ? സോ നമ്മൾ ഈ പറയുന്ന ജീൻ ആൻഡ് അലീലിന്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെ പറ്റിയിട്ടാണ് ഇത്രയും നേരം ഡിസ്കസ് ചെയ്തത്. നൗ നമുക്ക് ഈ മെന്റലിന്റെ എക്സ്പെരിമെന്റ് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. എന്താണ് ശരിക്കും ഈ പറയുന്നത് നമ്മുടെ മെന്റൽ ചെയ്തെന്നുള്ള കാര്യം നമുക്ക് ആദ്യം ഒന്ന് അറിയേണ്ടതായിട്ടുണ്ട് അല്ലെ. അത് നമുക്ക് നോക്കാം. സോ അദ്ദേഹം ഈ ഒരു എക്സ്പെരിമെന്റ് നടത്താൻ വേണ്ടിയിട്ട് 7 ട്രൈറ്റുകളെ അദ്ദേഹം തിരഞ്ഞെടുത്തു. 7 pairs ഓഫ് ട്രൈറ്റുകളാണ് അദ്ദേഹം തിരഞ്ഞെടുത്തത്. ഏത് ചെടിയിലാണ്? പീ പ്ലാന്റിൽ. പീ പ്ലാന്റിന്റെ സയന്റിഫിക് നെയിം എന്താണ്? ഇവിടെ പൈസം സെറ്റൈവം എന്നാണ് നമ്മളിവിടെ പഠിക്കുന്നത്. സോ പൈസം സെറ്റൈവത്തിന്റെ 7 പെയർ ഓഫ് കോൺട്രാസ്റ്റിംഗ് ട്രൈറ്റ്, ഓപ്പോസിറ്റിലേക്കുള്ള ട്രൈറ്റുകൾ എടുത്തിട്ടാണ് അദ്ദേഹം ഈ ഒരു ജനറ്റിക്സിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള തിയറിയിലേക്ക് അദ്ദേഹം എത്തുന്നത്. സോ ഈ ലോ ഓഫ് ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്ന ഈ തിയറി അദ്ദേഹം 7 ക്യാരക്ടറുകളെ ഉപയോഗിച്ചിട്ടാണ്, 7 കോൺട്രാസ്റ്റിംഗ് ട്രൈറ്റുകൾ ഉപയോഗിച്ചിട്ടാണ് അദ്ദേഹം മനസ്സിലാക്കിയത്. അത് ഏതൊക്കെയാണെന്ന് അറിയൽ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ക്വസ്റ്റ്യൻസ് പലപ്പോഴും വന്ന് കണ്ടിട്ടുണ്ട്. സോ ഇമ്പോർട്ടന്റ് ആണ്. 7 മസ്റ്റ് ആയിട്ടും കാണാതെ പഠിച്ചേ പറ്റത്തുള്ളൂ. ഫസ്റ്റ് വൺ ഈസ് ഹൈറ്റ് ഓഫ് ദ പ്ലാന്റ്. പ്ലാന്റിന് എത്രത്തോളം ഉയരമുണ്ട്? ടാൾ ആണോ ഡാർഫ് ആണോ? അതാണ് ഹൈറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തത് പൊസിഷൻ ഓഫ് ഫ്ലവർ. ആക്സിയൽ ആണോ ടെർമിനൽ ആണോ? നമ്മുടെ ടെക്സ്റ്റിൽ പറഞ്ഞിട്ടില്ല, എന്നാലും ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി പറഞ്ഞു എന്നേ ഉള്ളൂ. ദെൻ
ഷേപ്പ് ഓഫ് ദ സീഡ്, അതിന്റെ സീഡിന്റെ ഷേപ്പ് എങ്ങനെയാണ് എന്നുള്ളത്, കളർ ഓഫ് സീഡ് കോട്ട്, ആ സീഡിന്റെ കവറിങ്ങിന്റെ കളർ ഏതാണ്, അതേപോലെ കളർ ഓഫ് കോട്ടിലിഡൻ, അതിന്റെ സീഡിനകത്തുള്ള കോട്ടിലിഡന്റെ കളർ എന്താണ് എന്നുള്ളത്, അതേപോലെ കളർ ഓഫ് ഫ്രൂട്ട്, അതിന്റെ ഫ്രൂട്ടിന്റെ കളർ എന്താണ്, അതേപോലെ ഷേപ്പ് ഓഫ് ദ ഫ്രൂട്ട്. ഈ 7 ക്യാരക്ടേഴ്സ് എടുത്തിട്ടാണ് അദ്ദേഹം, ഈ ട്രൈറ്റുകൾ എടുത്തിട്ടാണ് ലോ ഓഫ് ഇൻഹെറിറ്റൻസിലേക്ക് അദ്ദേഹം എത്തുന്നത്. സോ ഏതൊക്കെയാണെന്നുള്ളത്, ഒന്നാമത്തേത് ഹൈറ്റ് ഓഫ് ദ പ്ലാന്റ് ആണ്, രണ്ടാമത്തേത് പൊസിഷൻ ഓഫ് ദ ഫ്ലവർ ആണ്. ഇനി 2 കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചേ, സീഡുമായി ബന്ധപ്പെട്ടിട്ടാണ് അടുത്ത 2 കാര്യങ്ങൾ. സീഡിന്റെ എന്ത് പറഞ്ഞു, ഷേപ്പിനെ പറ്റി പറഞ്ഞു, സീഡിന്റെ കളറിനെ പറ്റിയിട്ടും അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്, പറയുന്നുണ്ട്. ദെൻ കോട്ട്ലിഡനിലേക്ക് വരിക, കോട്ട്ലിഡന്റെ കളർ മാത്രമേ പറയുന്നുള്ളൂ. ഫ്രൂട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ഫ്രൂട്ടിന്റെ കളറും പറയുന്നുണ്ട്, ഷേപ്പും പറയുന്നുണ്ട്. സോ ഫ്രൂട്ട് ആദ്യം മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് പഠിക്കാൻ വളരെ എളുപ്പമാണ്. ഒന്ന് ഹൈറ്റ്, 2 പൊസിഷൻ ഓഫ് ഫ്ലവർ, പിന്നെ അടുത്തായിട്ട് പറയേണ്ടത് സീഡാണ്. സീഡിന്റെ എന്തൊക്കെ പറയണം, ഷേപ്പിനെ പറ്റിയും പറയണം, കളറിനെ പറ്റിയിട്ടും പറയണം. കഴിഞ്ഞു. അപ്പൊ 4 കാര്യങ്ങൾ കൈ കിട്ടി. പിന്നെ സീഡിലേക്ക് എത്തി, പിന്നെ അപ്പൊ 10 ഓർത്തോണം കോട്ട്ലിഡൻ. കോട്ട്ലിഡന്റെ എന്താണ്, കളറിനെ പറ്റിയിട്ടാണ് പറഞ്ഞത്. അടുത്തത് നേരെ ഫ്രൂട്ട് അല്ലെ, ഫ്രൂട്ടിലേക്ക് വരുമ്പോൾ കളർ എടുത്തു, ഷേപ്പ് എടുത്തു. വളരെ എളുപ്പമാണല്ലോ ഇത്തരം കാര്യങ്ങൾ പഠിക്കാനായിട്ട്. സോ ഇദ്ദേഹത്തിന്റെ ഈ ഒരു ഇൻഹെറിറ്റൻസ് സ്റ്റഡീസിൽ അദ്ദേഹം പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞത്, ഈച്ച് ക്യാരക്ടർ ഈസ് കൺട്രോൾഡ് ബൈ എ പെയർ ഓഫ് ഫാക്ടേഴ്സ്. അതായത് ഓരോ ക്യാരക്ടറിനെയും ഡിറ്റർമൈൻ ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ വിവരിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ്, നിയന്ത്രിച്ചിരിക്കുന്നത് ഒരു പെയർ ഓഫ് ഫാക്ടേഴ്സ് കൊണ്ടാണ്. ഒറ്റ ഫാക്ടർ, അതായത് ഒരു ഫാക്ടർ എന്തുണ്ട്, ഒരു പെയർ ഓഫ് ഫാക്ടേഴ്സ് ആണ് ഒരു പെർട്ടിക്കുലർ ക്യാരക്ടർ. അതായത് ഹൈറ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ മുൻപ് പറഞ്ഞതുപോലെ ടാൾ എന്ന് നമ്മൾക്ക് പറയാം, അതല്ലാന്നുണ്ടെങ്കിൽ ഡ്വാർഫ് അല്ലെ. ഇങ്ങനെ 2 കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം, ഹൈറ്റിന്റെ കാര്യത്തിൽ പറയാം. ഷേപ്പ് ഓഫ് ദ സീഡ് ആണെങ്കിൽ റൗണ്ട് ആണോ റിങ്കിൾഡ് ആണോ എന്ന് നമുക്ക് എന്ത് ചെയ്യാം, പറയാനായിട്ട് സാധിക്കും. സോ ഈ പറയുന്ന ഈ ഒരു പെയർ ഓഫ് ഫാക്ടേഴ്സ് കൂടിയാണ് അദ്ദേഹം ഈ പറയുന്ന ലോ ഓഫ് ഇൻഹെറിറ്റൻസ് പറഞ്ഞത്. സോ ഈ 7 ക്യാരക്ടേഴ്സ് ഏതൊക്കെയാണെന്നുള്ള കാര്യം മസ്റ്റ് പഠിച്ചേ പറ്റത്തുള്ളൂ. പഠിച്ച ഉറപ്പാണ് A+ അടിപൊളിയായിട്ട് നമുക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും. ക്രിസ്മസ് എക്സാം അങ്ങ് അടുത്തല്ലേ, എക്സാം എന്ന് കേട്ട് പാനിക് ആവണ്ട. ഇനിയുള്ള ചുരുങ്ങിയ സമയം കൊണ്ട് ഒരു എക്സ്പേർട്ട് മെന്ററിന്റെ സഹായത്തോടു കൂടി ഇമ്പോർട്ടന്റ് ടോപ്പിക്സ്, PYQ അനാലിസിസ്, സിസ്റ്റമാറ്റിക് റിവിഷൻ എന്നിവയടങ്ങിയ ഒരു കംപ്ലീറ്റ് ക്രാഷ് കോഴ്സ് പാക്കേജ് ഗ്യാൻ ഇന്ത്യ നിങ്ങൾക്കായി വെബ്സൈറ്റിലൂടെ ഫ്രീ ഓഫ് കോസ്റ്റ് നൽകുന്നു. താഴെ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യൂ, ഞങ്ങളുടെ ക്രാഷ് കോഴ്സിൽ ജോയിൻ ചെയ്യൂ.